നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സീസണിലെ ആദ്യ കോമ്പറ്റീറ്റീവ് മത്സരം ജയിച്ചിരിക്കുന്നു, കപ്പടിച്ചിരിക്കുന്നു. യെസ്, ബയേൺ മ്യൂണിക്ക് തുടങ്ങിക്കഴിഞ്ഞു. പോയ സീസണിൽ കളിച്ച കോമ്പറ്റീഷനുകളെല്ലാം അവർ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു. അത് ചാമ്പ്യൻസ് ലീഗ് ഒഴികെ ബാക്കിയെല്ലാം അവർ കിരീടത്തിലേക്ക് പോയിരുന്നു. അത് ആവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കിരീടത്തോടുകൂടി. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെയാണ് അവർ DFL സൂപ്പർ കപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 2-1 വിജയമാണ്. നെന്നെ ബ്രൗണും മൈക്കൽ ഒലീസയുമാണ് ഗോളുകൾ അടിച്ചത്. ഒലീസയും തുടങ്ങി. ഇതാ മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ്. മറുഭാഗത്ത് ഫാബിയോ സിൽവയാണ് ഡോട്ട്മുണ്ടിനായിട്ട് ഗോളിൽ കണ്ടെത്തിയത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ട്രെയിനിങ് നടത്തിയിട്ട് ഹാരി കെയ്നും ഒലീസയും ഒക്കെ മുന്നേറ്റത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഹാരി കെയ്നും ഒലീസയും ലൈമറും ലൂയിസ് ഡയസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ബയേണിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് ഗ്യുഡാസി, ഇനാസിയോ, കഴറ്റസ് എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ബൊറൂസിയയും ഇറങ്ങി. മികച്ചൊരു പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. പക്ഷേ ബയേണിന് കൃത്യമായിട്ടുള്ള ആധിപത്യവും ഉണ്ടായിരുന്നു. കളിയുടെ 28ാമത്തെ മിനിറ്റിൽ നെനെ ബ്രൗണിലൂടെ അവർ ലീഡെടുത്തു. ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ ഒലീസെ ലീഡ് വർദ്ധിപ്പിച്ചു. ഒടുവിൽ ഫാബിയോ സിൽവ 75ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ ഡോട്ട്മുണ്ടിനായിട്ട് മടക്കിയെങ്കിലും ബയേണിൻ്റെ വിജയം തടയാൻ പറ്റിയില്ല. 2-1 വിജയത്തോടുകൂടി അവർ കിരീടം ഉയർത്തി. മത്സരശേഷം വിൻസെൻ്റ് കോമ്പനി പറഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു വിജയത്തിൽ. മൈക്കൽ ഒലീസയും ഹാരി കെയ്നും വെറും 3 തവണ മാത്രമാണ് ഈ കളിക്ക് മുമ്പ് ഞങ്ങളോടൊപ്പം ട്രെയിനിങ് നടത്തിയത്. എന്നിട്ട് അവർ 90 മിനിറ്റ് കളിച്ചു. അപ്പോൾ എൻ്റെയൊക്കെ സമയത്ത്, ഞാനൊക്കെ കളിച്ചിരുന്ന സമയത്താണെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞ് താരങ്ങൾ വരുമ്പോൾ 3-4 കിലോഗ്രാം കൂടിയിട്ടുണ്ടാകും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പ്രൈവറ്റ് ട്രെയിനേഴ്സ് എല്ലാവർക്കും ഉണ്ട്. അവർ വളരെ ഫിറ്റായിട്ടാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നെനയും സൈബരിയും ഞങ്ങൾക്ക് ഈ സീസണിൽ എക്സ്ട്രാ കുറച്ചുകൂടി മികവ് നൽകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ലെനിയും ജമാലും സെർജിനാബ്രിയും ഒക്കെ ഇനിയും വരാനുമുണ്ട്. ഈ റിസൾട്ട് മാത്രമല്ല, ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എനർജി ആയിരുന്നു. ഫൈറ്റിംഗ് ഫോർ എവറി ബോൾ, എവറി സിറ്റുവേഷൻ. അങ്ങനെ മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, പോയ സീസണിൽ ഞങ്ങളെല്ലാം നേടിയത് കൊണ്ട് ഈ സീസണിൽ ഒരല്പം പുറകോട്ട് പോകുമെന്ന്. അങ്ങനെ കരുതേണ്ടതില്ല. അതല്ല കാര്യം. ഞങ്ങൾക്ക് ഇനി വി വോണ്ട് റെസ്റ്റ്, ഒരു റെസ്റ്റും ഉണ്ടാവില്ല. എല്ലാം വിജയിക്കാൻ ഈ സീസണിലും ഞങ്ങൾ പരിശ്രമിക്കും എന്ന് കൊമ്പനി പറയുമ്പോൾ അത് മറ്റു ടീമുകൾക്കൊരു മുന്നറിയിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.